സുവാർത്താ ദൂതികളുടെ കാൽ എത്ര മനോഹരം എന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു മിഷണറി ആകുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. മധ്യപ്രദേശിൽ നമ്മുടെ ഒരു ദൈവദാസൻ ദേവാസ് ഡിസ്ട്രിക്റ്റിൽ പട്പടി എന്ന് പറയുന്നൊരു റിവറുണ്ട്. ആ റിവർ ക്രോസ് ചെയ്ത് അക്കരെ എത്തിക്കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിൽ നൂറുകണക്കിന് ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ ദാസനെ ഒരു പറ്റം ആൾക്കാർ വന്ന് ഉപദ്രവിച്ചു, ജയിലിൽ കൊണ്ടിട്ടു. ജയിലിലൊക്കെ ഇന്ത്യൻ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെൻ്റൽ ടോർച്ചറിങ് ആണ്. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും സുവിശേഷ വേലയിൽ അതുപോലെ നിൽക്കാൻ ഒക്കാത്ത രീതിയിൽ മെൻ്റലി അവരെ തകർത്ത് കളയും. വലിയ പ്രായമുള്ള ദൈവദാസന്മാരൊന്നുമല്ല, ചെറുപ്പക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബെയിൽ കിട്ടി. അദ്ദേഹം പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ആ റിവർ ഇങ്ങനെ നീന്തി കയറി വേണം പോകാൻ. വലിയൊരു റിവറാണ് പട്പടി. അക്കരെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. കുറച്ച് ദൈവമക്കളെ വിളിച്ചു കൂട്ടിയിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാനൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങളുടെ സഭ ആരാണ് നടത്തിയത്? അപ്പോൾ മൂലയിൽ ഇങ്ങനെ കയ്യിൽ നീളമുള്ളൊരു ടാമർ പിടിച്ചിങ്ങനെ അടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ വൈഫാണ്. പറഞ്ഞു, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അവളാ സഭ നടത്തിയത്. എന്തൊരു അനുഭവങ്ങളാണ്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പിശാചിനോട് പറഞ്ഞിടേ, നീ ഭർത്താവിനെ പിടിച്ച് ജയിലിലിട്ടാൽ ഭാര്യയെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരിച്ചറിയുക, എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഈ തിരമാലകളൊന്നും നമ്മെ തകർത്ത് കളയുകയില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി മലയാളികളായ നമ്മുടെ ദൈവദാസന്മാർ ഒത്തിരി ത്യാഗം സഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹിന്ദിക്കാരായ ദൈവദാസന്മാർ, ശരിക്കും തകർക്കപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കൽ ഒരു കർത്തൃദാസൻ തൻ്റെ ഹസ്ബൻഡ് വൈഫ്, ചെറിയൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ സൈക്കിളിൻ്റെ പുറകിലിരിക്കുന്ന ഭാര്യ ഇങ്ങനെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോൾ മൂത്ത കുഞ്ഞിനെ ആ ഫ്രണ്ടിലെ കമ്പിയിലിരുത്തി വേലയും കഴിഞ്ഞ് ആ ദൈവദാസനും കുടുംബവും യാത്ര ചെയ്തു വരവേ, ഞാനീ പറയുന്നത് നൈജീരിയയിലെ സംഭവമല്ല, ഛത്തീസ്ഗഡിലെ സംഭവമാണ്. യാത്ര ചെയ്തു വരവേ ആ രാത്രി ഇരുട്ടത്ത് മറഞ്ഞിരുന്ന 10-50 സഹോദരങ്ങൾ തടഞ്ഞു നിർത്തി തല്ലി താഴെയിട്ടു. ആ കർത്തൃദാസിയെയും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ച ദൈവദാസനെ പീസായിട്ട് മുറിച്ചു കളഞ്ഞു, വെട്ടി മുറിച്ചു കളഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല. അവരാ വാളോങ്ങി ഭാര്യയോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ജീവൻ വേണേ നീ പിള്ളേരുമായിട്ട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. മേലാൽ നീ ഗ്രാമത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങൾ കൂടി സന്തോഷത്തോടെ വേലയും കഴിഞ്ഞ് ആ ഗ്രാമത്തിൽ നിന്ന് അവരുടെ കൊച്ചു കൂരയിലേക്കുള്ള യാത്രയിൽ സംഭവിച്ച സംഭവമാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് അലറി വിളിച്ച് കരഞ്ഞു വരുന്ന ആ വിധവയായ കർത്തൃദാസിയെ മനസ്സിലൊന്ന് കാണാമോ? ഇനി പറ, അതാണോ വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നതാണോ? വീട്ടിൽ വന്ന് ആ കർത്തൃദാസി 2 കുഞ്ഞുങ്ങളുമായി ആ കൊച്ചു കൂരയ്ക്കകത്തിരുന്ന് കരഞ്ഞ് തളർന്നു. 2 ആഴ്ച കഴിഞ്ഞു. പുറത്തിറങ്ങാതെ ആ ദൈവദാസി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കറിയില്ല, ആ കൊച്ചു കൂരയ്ക്കകത്ത് യേശു പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. യേശു വന്നിട്ടൊരു ചോദ്യം, മോളെ നീ ഭയപ്പെട്ടിരിക്കുകയാണോ? അതെ കർത്താവേ. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നാളെ രാവിലെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. നിങ്ങൾ പറ, ആർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ? പിറ്റേ ദിവസം രാവിലെ ആ കുഞ്ഞുങ്ങളുമായി ആ ഭർത്താവിനെ പീസായി കൊന്നു മുറിച്ച ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു സഹോദരിയെ മനസ്സിൽ കാണാമോ? ഞാൻ ബഹറിൻ ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴും ആ സഹോദരി ആ ഗ്രാമത്തിലുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാമോ ദൈവത്തിന്? സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്തവരുടെ മണ്ണ് ഇന്ത്യൻ മണ്ണ്. അതുകൊണ്ട് എന്ത് കാര്യം ഫേസ് ചെയ്താലും ഇതുപോലെ വില കൊടുത്ത കുറേ ആൾക്കാർ മണ്ണിൽ ഉയരോടെ ഉണ്ടെന്നുള്ള ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നമുക്ക് വലുതാണ്. പക്ഷെ നമ്മേക്കാൾ ജീവനും മരണത്തിനും ഇടയിൽ നിന്ന്
ചിരിച്ചുകൊണ്ട് അവനെ സേവിക്കുന്ന ഒരു തലമുറ രാജ്യത്തുണ്ട്. സ്തുതിക്കാമോ ദൈവത്തിന്? കേരളത്തിൽ ആദ്യമായി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വ മരണം വരിച്ച ഒരു ക്രിസ്തു ഭക്തനുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയാം. ഇത് സഭ അറിഞ്ഞേ പറ്റൂ. ഞാൻ എൻ്റെ സഭയെ ഇങ്ങനെ ഒരു മിഷനിൽ വളർത്തിയെടുത്തൊരു സഭയാണ് പാമ്പാടി സഭ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർക്ക് ഇത് പ്രസംഗിക്കാനുള്ളോ എന്ന് ചോദിക്കുന്നവരുണ്ട് സ്നേഹത്തോടെ. വേറൊന്നും കൊണ്ടല്ല, ഈ ഭൂമിയിൽ ജീവിച്ച് ജോലിയൊക്കെ ചെയ്ത് കുടുംബം നോക്കി മക്കളെ വളർത്തി നല്ലൊരു വീടുമൊക്കെ വെച്ച് നല്ല സെറ്റപ്പാക്കി കണ്ണടഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഇതെല്ലാം വേണം. ഒപ്പം തന്നെ അവൻ്റെ വേലയും ചെയ്യണം. നമ്മുടെ വിഷൻ ഫുൾഫിൽ ആക്കണം. കേരളത്തിൽ യേശുവിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിത്വ മരണം വരിച്ച ഒരു ദൈവമനുഷ്യൻ. ഫ്രഞ്ച് മിഷണറിമാർ നോർത്ത് ഈസ്റ്റിലും ഭാരതത്തിൻ്റെ തെക്കൻ ഏറിയകളിലുമൊക്കെ സുവിശേഷമായി വന്നപ്പോൾ കേരളത്തിൻ്റെ തെക്കൻ ഏറിയയിൽ നിന്ന്, ട്രിവാൻഡ്രം കൊല്ലം ഏറിയയിൽ നിന്ന് ആദ്യമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ദേവസഹായം പിള്ള. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പാലസിലാണ്. ആ പാലസിലെ കണക്കപ്പിള്ളയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാ ദേവസഹായം പിള്ള. അദ്ദേഹവും കുടുംബവും ഈ മിഷണറിമാരുടെ വചനം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിനെ മനസ്സറിഞ്ഞ് ആരാധിക്കുന്ന സമയം രാജാവ് അതറിഞ്ഞു. എൻ്റെ പാലസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ക്രിസ്തു ഭക്തനായി തീർന്നു. തന്നെ വിളിച്ച് രാജാവ് ചോദിച്ചു, നീ യേശുവിനെയാണ് ആരാധിക്കുന്നത്? പറഞ്ഞു, ഉവ്വ്. പറ്റില്ല, യേശുവിനെ ആരാധിക്കാൻ ഒക്കത്തില്ല. താൻ തീർത്തു പറഞ്ഞു, യേശുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ ഒക്കത്തില്ല എനിക്ക്. കാര്യം ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. അവസാനം ആ രാജാവ്, മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അന്നൊക്കെ നമ്മുടെ നാട്ടു രാജാക്കന്മാർ നാട് ഭരിക്കുന്ന കാലമാണല്ലോ, അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം 8 താലൂക്ക് അധികാരികളുടെ മുമ്പിൽ അദ്ദേഹത്തെ വിസ്തരിച്ചു. 8 താലൂക്ക് അധികാരികളും ഒരുപോലെ വിധിച്ചു കുറ്റക്കാരന്. കാര്യം യേശുവിനെ ആരാധിച്ചതുകൊണ്ട്. വധശിക്ഷയ്ക്ക് രാജാവ് വിധിച്ച് നാഗർകോവിലിനടുത്തുള്ള കാറ്റാടി മലയുടെ അടിവാരത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഒരു ജയിലുണ്ട്. ആ ജയിലിൻ്റെ അകത്ത് കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ആ ദൈവഭൃത്തിനെ തെക്കൻ കേരളത്തിൽ നിന്ന് നാഗർകോവിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു എരുമയുടെ പുറത്ത് ഇരുത്തി കെട്ടിയാണ്. കഴുത്തിൽ മുരുക്കിന്റെ പൂ കൊണ്ടുള്ള മാല പരിഹാസ രൂപേണ ഇട്ട് റോട്ടിൽ കൂടി എരുമയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വരെ പോകണം. പോകുന്ന വഴി ആ എരുമയൊന്ന് കുടഞ്ഞതാണ്. മുകളിൽ കെട്ടിയിരുത്തിയ ആ ദൈവമനുഷ്യൻ നിലത്തേക്ക് തെറിച്ചു വീണു. 2 കൈയും കെട്ടപ്പെട്ടവനായി എരുമ ആ ദൈവദാസനെ റോട്ടിൽ കൂടി വലിച്ചു കൊണ്ടുപോയി. എരുമ ഓടുമ്പോൾ ഈ ദൈവദാസൻ റോട്ടിൽ കൂടി ഒരഞ്ഞ് 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 തൻ്റെ ശരീരം ഒരു രക്തധാരിയെ പോലെയായി. കുറെ അധികം രക്തം വാർന്നൊഴുകിയപ്പോൾ താൻ ആ പട്ടാളക്കാരോട് കെഞ്ചിക്കേണു, ഒന്ന് പിടിച്ചു നിർത്തണം എരുമയെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം കുടിക്കാൻ. കാരണം രക്തം അതുപോലെ വമിക്കുകയാണ്. അവർ എരുമയെ പിടിച്ചു നിർത്തി. റോഡിന്റെ സൈഡിലെ ഒരു ചെരിഞ്ഞ പാറയിലേക്ക് ഈ ദൈവദാസനെ എടുത്തിരുത്തി. 2 കൈയും കെട്ടപ്പെട്ടിരിക്കുക, രക്തം വമിക്കുന്നു. അവർ കുടിക്കാൻ കൊടുത്തത് എന്തെന്നറിയാമോ? റോഡിന്റെ സൈഡിലെ അഴുക്ക് ചാലിലെ വെള്ളം കോരിക്കൊടുത്തു. അവർക്കറിയാം കുടിക്കാൻ ഒക്കത്തില്ലെന്ന്. പക്ഷേ ആ മനുഷ്യനോട് അവർ ചെയ്ത ക്രൂരത വാക്കുകൾക്കപ്പുറമായിരുന്നു. 2 കരങ്ങളിലും 2 കാലുകളിലും ആണികൾ ആഴ്ന്നിറങ്ങി, തലയിൽ മുൾക്കിരീടം ധരിച്ച് പുറം മുഴുവൻ ഉഴവുകാർ തല്ലിക്കീറിയ ഉഴവ് ചാലുകൾ നീളത്തിൽ കീറിക്കിടക്കെ രക്തം വമിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവരെന്താ ചെയ്തേ? ഒരോടത്തണ്ടിൻ്റെ മേൽ സ്പോഞ്ച് വെച്ച് കെട്ടി പുളിച്ച വീഞ്ഞിൽ മുക്കിയിട്ട് കുടിക്കാൻ കൊടുത്തു. അത് പുളിപ്പാകയാൽ യേശു കുടിച്ചില്ല. ഇതുപോലെ തന്നെ
റോഡ് സൈഡിലെ അഴുക്ക് ചാലിലെ വെള്ളം കോരി കൊടുത്തിട്ട് കുടിക്കാനൊക്കത്തില്ല. 2 കൈയും കെട്ടപ്പെട്ട ആ ദൈവ മനുഷ്യൻ തൻ്റെ കൈയുടെ മുട്ടുകൊണ്ട് ഇരുന്ന പാറയിലേക്ക് ഒന്നിങ്ങനെ ഇടിച്ചിട്ടൊരൊറ്റ വിളിയാ, എൻ്റെ യേശുവെന്ന്. നിങ്ങൾ വിശ്വസിക്കുമോ? അത്ഭുതമെന്ന് പറയട്ടെ, ആ പാറ 2ആയി പിളർന്നു പോയി. അത് പിളരുക മാത്രമല്ല, നദി ചാടി പുറപ്പെടുന്നത് പോലെ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ചാടി പുറപ്പെടാൻ തുടങ്ങി. ചില സമയത്ത് കർത്താവ് അങ്ങനെയാണ്. ചാടി പുറപ്പെടുന്ന വെള്ളം കണ്ട് അതിശയിച്ച് നിൽക്കുന്ന പട്ടാളക്കാർ കോരിക്കൊടുത്തു, താൻ കുടിച്ചു. നാട്ടുകാർ ആ പാറക്കിട്ട പേരാ മുട്ടിടിച്ചാൻ പാറ. നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് യാത്ര ചെയ്തു പോകുന്നെങ്കിൽ റോഡ് സൈഡിൽ ഒരു കൊച്ചു പള്ളി അതിൻ്റെ അടുത്ത് പണിതിട്ടുണ്ട്. 10,000-കണക്കിന് ജനമാണ് ആ വെള്ളം കാണാൻ ഓടിയെത്തുന്നത്. പലവരും ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോഴും ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഒരു ക്രിസ്തു ഭക്തൻ താൻ തകർന്ന് രക്തധാരിയായിരുന്നപ്പോൾ ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോൾ കിട്ടാതെ വന്ന സമയം തൻ്റെ കൈമുട്ടുകൊണ്ട് പാറയിലൊന്ന് തൊട്ട് ഒരു വിളി വിളിച്ചതാ. ചില സമയത്തൊക്കെ യേശുവേന്നൊന്ന് വിളിച്ചു പോയാൽ അവൻ എന്തും ചെയ്യും. പക്ഷേ ആ ടൈം നിങ്ങൾ മനസ്സിലാക്കൂ. തകർന്ന് തരിപ്പണമായൊരു ശരീരം. ആ ദൈവ മനുഷ്യനെ എരുമ വലിച്ചുകൊണ്ട് കാറ്റാടി മല വരെ എത്തിച്ചു. എന്നിട്ട് ആ ചോരധാരിയെ, ആ രക്തധാരിയെ 3 ദിവസം ആ ജയിലിൻ്റെ അകത്തവർ ഇട്ടു. നിങ്ങൾ ആരെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ജയിൽ ഇന്നും പൊളിച്ചു കളയാതെ അതിൻ്റെ ബാക്കി ശേഷിപ്പുകൾ ഇന്നും അവിടെയുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിലെ കുറേ ദൈവമക്കളുമായി ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അത് കണ്ടപ്പോൾ തന്നെ ഉള്ളം കരയാൻ തുടങ്ങി. കാര്യം ആ മനുഷ്യൻ അനുഭവിച്ച വ്യഥ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കയറി നിന്ന് കണ്ണുനീരോടെ പാടി, ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് അവിടെ എത്തി കർത്തനോട് കൂടെ. എന്നോട് ചേർന്ന കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട വീടെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പ. ഓ യാത്ര ചെയ്യോ ഞാൻ ക്രൂശേ യുദ്ധം ലകബകസതകത്രയബകസ് അരംദസകലബക ജീവൻ വെച്ചി രക്ഷകനാ അന്ത്യശ്വാസം ജീവൻ വച്ചിടു. Gloria Masia. ലോകം ത്യജിച്ചതാം സിദ്ധന്മാരു നിർമ്മല ജ്യോതിസം ദൂതന്മാരു രക്തസാക്ഷികളാം. പാടുന്നേ, വായി തുറന്ന് സഹോദരന്മാരെ. സ്വാഗതം ചെയ്യും മഹൽ സദസ്. യാത്ര ചെയ്യും, യാത്ര ചെയ്യും. ക്രൂശേ നോക്കി യുദ്ധം ഹുരബദ ജനകസി ജീവൻ വച്ചിടോ രക്ഷ. ഹംസരാ ജലരബ ഖദരഖബദ ജനകസബബ. ഓ ജീവൻ ലംബ്രഖോസ ഠഖതരയ ബഖാസ് ജസ്മ ഠഖബ ബഖാസ് കരായി
ചാസ്റ്റി ബി കാം തലയാബ. ആ ദൈവമനുഷ്യനെ 3 ദിവസം ജയിലിൽ ഇട്ടതിന് ശേഷം അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചക്രവർത്തി പറഞ്ഞൊരു കാര്യം ഇതാണ്: കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ഉപദ്രവിച്ചതിന് ശേഷമേ അദ്ദേഹത്തെ കൊല്ലാവുള്ളൂ. അങ്ങനെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പട്ടാളക്കാർ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടി നിലത്ത് കിടത്തി 30 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് തൻ്റെ കാൽവെള്ള അടിച്ച് കീറിയവർ. 30 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് കെട്ടഴിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് കുരങ്ങുകളും പാമ്പുകളും വിഷപ്പാമ്പുകളുമുള്ള കൊച്ചു ഗുഹയ്ക്കകത്ത് വാ മൂടിക്കെട്ടി അകത്തിട്ടു. എന്ന് വെച്ചാൽ കരഞ്ഞാൽ ഒച്ച പോലും പുറത്ത് കേൾക്കാത്ത രീതിയിൽ പുറത്തെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ചുണ്ണാമ്പ് ചൂളയ്ക്കകത്തിട്ട് ദേഹം പൊള്ളിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലൂസ് അനുഭവിച്ച കഷ്ടങ്ങളുടെ പട്ടിക പറയുന്നുണ്ട്. പക്ഷെ ദേവസഹായം പിള്ള, മലയാളിയായ ഒരു ദൈവമനുഷ്യൻ അനുഭവിച്ച വ്യഥ അറിഞ്ഞാൽ ഉള്ളം തകർന്നു പോകും. ഇത് കേട്ടോണ്ടിരിക്കുമ്പം പറ്റുമെങ്കിൽ നമ്മുടെ വിഷയമൊക്കെ എടുത്ത് സൈഡിലോട്ട് മാറ്റണം. നമ്മുടെ വിഷയമല്ല നമ്മെ കൺട്രോൾ ചെയ്യണ്ടേ, നമ്മുടെ കോളിങ് നമ്മെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ പ്രോബ്ലം അല്ല നമ്മെ കൺട്രോൾ ചെയ്യേണ്ടത്. മുഖം വാടണോ ചിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോബ്ലം അല്ല. നമുക്കൊരു വിളിയുണ്ട്, ഒരു കോളിംഗ് ഉണ്ട്, ഒരു വിഷനുണ്ട്, ഒരു മിഷനുണ്ട്. നമുക്കില്ലേ ഒരു പാഷൻ? ചുണ്ണാമ്പ് ചൂളയ്ക്കകത്തിട്ട് ആ ദൈവമനുഷ്യനെ പൊള്ളിച്ചതിന് ശേഷം നമുക്ക് പനിയോ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി ആവി പിടിക്കുന്നത് പതിവാണ്. ആ ദൈവമനുഷ്യനെ വറ്റൽ മുളക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടവർ നിർബന്ധമായ ആ കുടത്തിലേക്ക് മുഖം കെട്ടിവെച്ച് വറ്റൽ മുളകിൻ്റെ ശ്വാസം അകത്തേക്ക് ശ്വസിപ്പിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവൻ തകർത്തു കളഞ്ഞു. അവസാനത്തെ ശിക്ഷ എന്നുള്ള നിലയിൽ വെടിവെച്ചു കൊല്ലുന്നതിന് മുമ്പ് കാൽവറിയിൽ യേശു കരങ്ങൾ വിരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ 2 കൈയും ഇതുപോലെ മുള്ളുകൊണ്ട് ഉയർത്തി കെട്ടി 2 കാലും മുള്ളുകൊണ്ട് കെട്ടി നിർത്തി. എന്നിട്ട് പട്ടാളക്കാർ അപ്പുറയും ഇപ്പുറയും നിന്ന് മുള്ളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം, പൊള്ളിയ ശരീരം തല്ലിക്കീറണം. മുഴുവൻ കീറിയതിന് ശേഷമേ ഷൂട്ട് ചെയ്യാവുള്ളൂ. അദ്ദേഹത്തെ മുള്ളുകൊണ്ട് തല്ലിക്കീറി വേദന സഹിക്കവയ്യാതെ അലറി വിളിക്കുമ്പോൾ തൻ്റെ സ്നേഹനിധിയായ ഭാര്യ തന്നെ കാണാൻ വരുന്നൊരു വരവുണ്ട്. ആ വരവ് ഹൃദയഭേദകമാണ്. പൊള്ളിയ ശരീരം, ഇനി തകരുവാനൊന്നുമില്ല. മുള്ളുകൊണ്ട് കെട്ടി നിർത്തി മുള്ളുകൊണ്ട് തല്ലിക്കീറുമ്പോൾ ഭാര്യ വന്ന് വാപൊത്തി അലറി കരയുമ്പോൾ കരച്ചിലിൻ്റെ ഇടയിൽ ആ ദൈവമനുഷ്യൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: മോളെ, കരയരുത്, യേശുവിന് വേണ്ടിയാ. ആർക്ക് വേണ്ടിയാ? സഹോദരങ്ങളെ, ഇതുപോലെ വില കൊടുത്ത മലയാളികളുണ്ട്. ഇന്ന് രാത്രി ഒരുപക്ഷെ ഇത് കേൾക്കാനായിരിക്കാം നിങ്ങൾ ചിലരെ ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് നമ്മുടെ വിഷയം വലുതാണ്, പക്ഷെ നമ്മുടെ വിഷയത്തെക്കാൾ വലുതാ ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേൽ കിടക്കുന്നത്. മോളെ, കരയരുത്. ഇതെല്ലാം സഹിക്കുന്ന ആർക്ക് വേണ്ടിയാ? യേശുവിന് വേണ്ടിയാണ്. ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ സഹിച്ചവരില്ലേ ഇതിൻ്റെ അകത്ത്? മക്കൾക്ക് വേണ്ടി സഹിച്ചവരില്ലേ? പേരൻസിന് വേണ്ടി സഹിച്ചവരില്ലേ? ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ഇതൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കൂ. അവന് വേണ്ടി എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? ഭർത്താവിന് വേണ്ടി സഹിച്ചില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി ഒത്തിരി സഹിച്ചില്ലേ? മക്കൾക്ക് വേണ്ടി സഹിച്ചില്ലേ? പല പല കാര്യങ്ങൾക്ക് വേണ്ടി പലതും സഹിച്ചില്ലേ? ജസ്റ്റ് ഒരു ചലഞ്ച്. യേശുവിന് വേണ്ടി എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഒരു ബെസ്റ്റ് ചാൻസ് വെച്ച് നീട്ടുകയാ. ശിഷ്ടായുസ്.
ചിലരെ അവൻ വേലയ്ക്ക് വിളിക്കാൻ പോവാ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, ആന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ കൂടെ മതി, ആന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ ഇന്ന് രാത്രി ചലഞ്ച് നിങ്ങൾ എന്നൊരൊറ്റ വ്യക്തിയോട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോടല്ല, നിങ്ങൾ എന്നൊരൊറ്റ വ്യക്തിയോട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് രാത്രി ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഇനിയുള്ള കാലം നീ ആർക്ക് വേണ്ടി സഹിക്കും? ഇനിയുള്ള കാലം നീ ആർക്ക് വേണ്ടി ജീവിക്കും? ആരെയാ ഈ ഭൂമിയിൽ പ്രസാദിപ്പിക്കാനുള്ളേ? ആരെയാ ഈ ഭൂമിയിൽ ഇനി ബോധിപ്പിക്കാനുള്ളേ? ഇത്രയും വർഷം ഒത്തിരി പേരെ ബോധിപ്പിച്ചില്ലേ? ഒത്തിരി പേരെ പ്രസാദിപ്പിച്ചില്ലേ? ഇതിനിടയ്ക്കെങ്ങാനും കണ്ണടഞ്ഞു പോയാൽ ഇനി എന്ന് യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിയും? ഇത് റൈറ്റ് ടൈമാണ്. ഇന്ന് രാത്രി നിന്റെ കൈ അവന് കൊടുത്തിട്ട് ഇന്ന് രാത്രി എഗ്രിമെന്റ് സൈൻ ചെയ്യണം. എനിക്കറിയാം, ആത്മാവ് ഇങ്ങനെ ഓരോ റോയിൽ കൂടി ചിലരെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുകയാണ്. ഓരോരുത്തരോട് ആത്മാവ് സംവാദിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നിന്റെ ലൈഫ് വെറുതെ പോകത്തില്ല. ഇനി ഇതുവരെ നീ നിന്റെ ലൈഫ് ഒത്തിരി കാര്യങ്ങൾക്ക് ചെലവഴിച്ചു. എല്ലാവരും ചെലവഴിച്ച കാര്യങ്ങൾക്ക് മാത്രമേ നീയും ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് ചലഞ്ച് ചെയ്യുകയാ. ഈ ബഹ്റിൻ കൊണ്ട് തീർക്കാനുള്ളതല്ല നിന്റെ ലൈഫ്. ഈ ബഹ്റിൻ്റെ അകത്തൊരു ദൈവരാജ്യമുണ്ട്. ഈ ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ കൂടെ മതി, ആന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ സഹോദരങ്ങളെ, എന്തോ എൻ്റെ ഉള്ള ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ഓട്ടർകോൾ ബാക്കിയുണ്ട്. ഇത് അവൻ്റെ മിഷന് വേണ്ടിയാണ്, അവൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. ആരോഗ്യം പോയതിന് ശേഷം എനിക്ക് ഓടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോഗ്യം ഉള്ളപ്പോൾ ഓടാൻ നീ വില്ലിങ് ആയിരിക്കണം. ഇപ്പം ആരോഗ്യമുള്ള സമയമാണ്. ഈ സമയത്ത് നീ ഓടാൻ വില്ലിങ് ആയിരിക്കണം.
ഇനി ആരെയും ഫോക്കസ് ചെയ്യരുത്. നിങ്ങളും പരിശുദ്ധാത്മാവും മാത്രം ഇപ്പോൾ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഹോളി സ്പിരിറ്റ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആരോടും സംസാരിക്കാനോ ആരോടും ആലോചന ചോദിക്കാനോ ഇനി നേരമില്ല. ഇനി ഒറ്റ ഡിസിഷൻ നിങ്ങളുടെ നാവ് കൊണ്ട് തമ്പുരാൻ്റെ കാതിൽ അത് എത്തിയേ പറ്റുള്ളൂ. ഇന്നത്തെ രാത്രി അതിനുവേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. ഹോളി സ്പിരിറ്റ് തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന രാത്രി. ഈ ചർച്ച് ബിലീവേഴ്സിൻ്റെ ചർച്ച ആകരുത്. ഈ ചർച്ച് ഡിസൈപ്പിൾസിൻ്റെ ചർച്ച ആകണം. ഈ ചർച്ച് ശിഷ്യന്മാരുടെ ചർച്ച ആകണം. ഇത് വേലക്കാരുടെ ചർച്ച ആകണം. ഇതൊരു അപ്പസ്റ്റോലിക് ചർച്ചാണ്. ഈ ചർച്ച് വിശ്വാസികളുടെ ചർച്ചല്ല, വന്നു പോകുന്നവരുടെ മാത്രം സഭയല്ല. ഈ സഭ ഡിസൈപ്പിൾസിൻ്റെ സഭയാകണം. ഇന്ന് ഈ ദിവസം പ്രത്യേകതയുള്ള ദിവസമാണ്. ഇത് നിൻ്റെ ലൈഫിനെ വെട്ടിത്തിരിക്കുന്ന രാത്രിയാണ്. ഒരു ജംഗ്ഷനിൽ നീ വന്ന് നിൽക്കുകയാണ്. ഒരു ഡിസിഷൻ ഇന്ന് രാത്രി ദൈവത്തോട് നീ വെച്ചേ പറ്റുള്ളൂ. ആ ഡിസിഷൻ ഇന്ന് രാത്രി നീ ആരോടും ചോദിക്കാതെ എടുക്കാമെങ്കിൽ നിന്റെ കൈ വെക്കാൻ പോകുന്നത് ഒരു മിഷനിലായിരിക്കും. ഒടുവിൽ ആ ദൈവദാസനെ കെട്ടഴിച്ച് തകർന്ന ആ ശരീരം പർവ്വതത്തിന്റെ ഏറ്റവും ഉയരത്തിൽ, കറ്റാടി മലയുടെ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞു, എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. ഭൂമിയിലെ എൻ്റെ അവസാനത്തെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്നെ ഷൂട്ട് ചെയ്താട്ടെ. ആ പർവ്വതത്തിന് മുകളിൽ മുട്ടുമടക്കി കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, ഞാൻ വരിക. ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഷൂട്ട് ചെയ്താട്ടെ. അവരാ നീളമുള്ള തോക്കിൻ്റെ കാഞ്ചി വലിച്ചു. പക്ഷേ ആ കാഞ്ചി വലിച്ചിട്ട് ഗണ്ണ് വർക്കാകുന്നില്ല. അവർക്കും അതിശയമായി. പല പ്രാവശ്യം കാഞ്ചി വലിച്ചു നോക്കി, പറ്റുന്നില്ല. ഉടനെ ആ ദൈവ മനുഷ്യൻ അവരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ആ ഗണ്ണ് എൻ്റെ കൈ തരിക, ഞാനത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തരാം. എന്നാ ദൈവദാസന്മാരാ, എന്നാ അഭിഷിക്തന്മാരല്ലേ ഇവരൊക്കെ! എന്ത് പദത്തിൽ ആ ദൈവദാസനെ പരിചയപ്പെടുത്താൻ പറ്റും? ആ കണ്ണ് കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിക്കുക, ലോർഡ് ഇത് വർക്കാകണം, എനിക്ക് നിന്റെ അടുത്ത് വരണം. ഇത് വർക്കായാൽ എനിക്ക് നിന്റെ അടുത്ത് വരാം. പ്രാർത്ഥിച്ചങ്ങോട്ട് കൊടുത്തു. അവർ കാഞ്ചി വലിച്ചു. തൻ്റെ ചങ്ക് തുളച്ച ബുള്ളറ്റ് തെറിച്ചു, ചോര ചിന്തി. ആ പർവ്വത മുകളിൽ അദ്ദേഹം ജീവൻ പൊക്കൊണ്ടിരിക്കുന്ന സമയം, പെടയുന്ന സമയം, ആ കാപാലികർ ചെയ്തതെന്തെന്നറിയാമോ? ആ ദൈവ മനുഷ്യനെ മുകളിൽ നിന്ന് താഴേക്ക് പാറയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ശരീരം പാറയിൽ തട്ടി തെറിച്ചു പീസായി തെറിച്ചു പോയി. കാഹളം ധരിക്കുമ്പോ അവിടെ നിന്ന് അദ്ദേഹം ഉയർക്കും. കാണാം. പുസ്തകങ്ങൾ തുറക്കും. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും കൂടി തുറക്കും. പേര് വിളിക്കും, ദേവസഹായം പിള്ള. എൻ്റെ വിശ്വാസം രക്തസാക്ഷികളുടെ റോ അന്ന് പുറകിലായിരിക്കില്ല, ഫ്രണ്ടിലായിരിക്കാം. നമുക്ക് കാണാമെന്ന് 1000 സൂര്യനെ വെല്ലുന്ന വെട്ടത്തിൽ രക്തസാക്ഷികൾ ശോഭിക്കുന്നൊരു സമയമുണ്ട്. അന്ന് ഞാനും നിങ്ങളും തേജോരൂപിയായി അവൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് കാഴ്ച കാണുന്നൊരു കാലം വരും. പ്ലീസ്, എൻ്റെ പേര് വിളിക്കും, നിങ്ങളുടെ പേര് വിളിക്കും. Am I correct? ജോൺസൺ എന്നുള്ള പേര് വിളിക്കുമ്പോൾ, സാം ജോസഫ് എന്ന പേര് വിളിക്കുമ്പോൾ ആ പേരുള്ള ആയിരക്കണക്കിന് പേര് കാണാം. പക്ഷെ എനിക്ക് മാത്രമേ എഴുന്നേക്കാൻ കഴിയൂ. പാസ്റ്റർ ജോൺസന് മാത്രമേ എഴുന്നേക്കാൻ കഴിയൂ. അവൻ്റെ അടുക്കൽ വരുമ്പോൾ, സുഖമായിരിക്കുന്നോ, എന്തുകൊണ്ട് വിശേഷം എന്നൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിന്നെ ഏൽപ്പിച്ച വിഷൻ ഫുൾഫിൽ ചെയ്തിട്ടാണോ നീ ഇവിടെ വന്നേ? ധൈര്യത്തോടെ അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണക്ക് കൊടുക്കണം. ആ ചിന്തയുള്ളതുകൊണ്ടാ ഞാൻ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നേ. അവൻ്റെ മുമ്പിൽ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, പേർ വിളിക്കും നേരം കാണും എൻ പേരും. യെസ് ഓർ നോ?
ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഇത്രയും നാൾ ബഹറിനിൽ ജോലി ചെയ്തു, കർത്താവിനെ ആരാധിച്ചു. ഇന്ന് യേശു വന്നാൽ സ്വർഗത്തിൽ നമ്മൾ എത്തുന്നു, പോകുന്നു, കണക്ക് തീർക്കുന്ന സമയം എന്ത് അക്കൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്? നമ്മളിവിടെ ജോലി ചെയ്ത അക്കൗണ്ടോ? പറയൂ, എന്ത് അക്കൗണ്ട് കൊടുക്കാനുണ്ട്? ആൻസർ ചെയ്യണ്ട, മനസാക്ഷിക്ക് ആൻസർ ചെയ്യണം. എന്നിട്ട് ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കുടുംബമായൊരു ഡിസിഷൻ എടുക്കണം. നമുക്ക് ഇത്ര ആയുസ് കർത്താവ് തന്നു, ഇനിയുള്ള ആയുസ് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കണം. എത്ര പേർക്ക് അങ്ങനത്തെ ഒരു തീരുമാനം ദൈവത്തോട് പറയാൻ ധൈര്യമുള്ളവർ മാത്രം? ഞാൻ പറയാതെ തന്നെ ഓൾറെഡി കൈ ഉയർന്നുകൊണ്ടിരിക്കുക. പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. ക്രിസ്തുനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ. ഭക്തർ ഭാവാനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തെ, വേഗം നാം. Lift up your hands. But righteous still behind, righteous still beneath Azia home. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തെ, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തെ. One more time. വേഗം നാം, ഓ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തെ, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തെ, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തെ, ഓ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തെ, ഭംഗിയേറിയ
ഈ വരി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹോളിൻ്റെ അകത്ത് അസാധാരണമായ ഈ ഫ്ലൈ ചെയ്യുന്നത് പോലെ ചിലർക്ക് മുകളിലായി ദൈവത്തിൻ്റെ മേഘം വെളിപ്പെടാൻ പോയി. എന്തിനാണെന്നറിയാമോ? ഒരു വേല ചെയ്യാൻ തമ്പുരാൻ നിന്നെ സെലക്ട് ചെയ്യാൻ പോകുകയാ. ഇവിടെ ഒരു വലിയ ആരാധനയല്ല ഉയരണ്ടേ, ഇവിടെ വലിയ കരഘോഷങ്ങളല്ല ഇവിടെ ഉയരണ്ടേ, കരമടിയല്ല ഇവിടെ ഉയരേണ്ടത്. ഇന്ന് രാത്രി ക്രൂശിൻ്റെ അടുക്കലേക്ക് നീ ഓടി വന്ന് അവനെ വാരി പുണരണം. എന്നിട്ട് നീ പറയണം, ഞാൻ റെഡിയാ കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി നിൽക്കാനല്ലാതെ ഇനി ഏതാ സമയം? Mahaisani Mahadarane Amzalo Amsenadi Aramjazil Binaisare Mahajani Vegam Nam Sing Chernidu Bhangiye Priyaha തീരത്തിയേ വേഗം നാ ഓ ചേർന്നിടൂ ഭംഗിയേ പ്രിയ തീരത്തിൽ വേഗം നാ ഓ ചേർന്നിടൂ. Come on. ഭംഗിയേ പ്രിയ തീരത്തിൽ മഹസ്തനി ടങ്സിൽ പാടിക്കേ. ഓ മഹാംദാനേ മഹാജസി ലബാംസനെ ബഹൽ കസീന ജാമു ലബാംസനെ അമാസനി Mahasani Rahamada Chana Haisani Vegam Na Chernidu Bhangiye Vegam Na Chernidu Hamraba Kasakata Regababa Chastili Mahajasi Aida Sumia Dilbana Seba Bahaizuleamo Hachal Binasina Ahamra Chanazi Mahamdanazali Mahazilio Janazi Hadani Lahaizas Bohare Mahanazi Achalaburachas Hamdaziale Maharachanare Ahaizali Mano Adhana Sidare Nachanasi Amdale Arajane Asidare Anin Maha Krubaya Hangenyan Studichidu Memnum. Sing everyone. Nin Maha Krubaya Hangenyan Studichidu Memnum. Oh Nin Maha Oh Krubaya Hangenyan Oh Studichidu Memnum. Nin Maha Krubay Oh Krubaykai Hangenyan Studichidum Emdu Itrameli
സ്നേഹിച്ചുവോ അതെത്രയോ വിചിത്രം യേശു രക്ഷക. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ പിടഞ്ഞപ്പോഴോ കാരരും പാണിയല്ല വേദന, നാശത്തിലായോരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ അതെത്രയോ വിചിത്രം യേശു രക്ഷക. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളി പറഞ്ഞപ്പോഴോ എന്നെ തള്ളി കളഞ്ഞതിൽ എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്ന് എന്നിൽ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ. വിളിച്ച യേശുവേ എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ അതെത്രയോ വിചിത്രം യേശു രക്ഷക. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം